ഹരി ഓം. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം. നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ വിജയിക്കാൻ തന്നെ വന്നവരാണ്. ജയിക്കാനായി ജനിച്ചവൻ ഞാൻ. മരണം വരെ നമുക്ക് ജീവിതത്തിൽ സന്തോഷം, ധൈര്യം, സംതൃപ്തി ഇത് കൊണ്ടു നടക്കാൻ സാധിക്കണം. അപ്പം അതിന് നാം വിചാരിക്കണം, മനസ്സിലാക്കണം, അത് അലസമായി ജീവിച്ചിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ നമുക്ക് മനസ്സിനെ അഴിച്ചു വിട്ടിട്ടും കാര്യമില്ല. ഇന്ന് നമ്മുടെ മനസ്സ് തമോ ഗുണവും രജോ ഗുണവും, അതായത് കുറേ ആലസ്യവും കുറേ അസ്വസ്ഥതയും നിറഞ്ഞതാണ്. ഈ രണ്ട് മനസ്സിനെയും നമുക്ക് മാറ്റിയെടുക്കണം. ആലസ്യം നിറഞ്ഞ മനസ്സിനെ മാറ്റിയെടുക്കണം, അസ്വസ്ഥത നിറഞ്ഞ മനസ്സിനെ മാറ്റിയെടുക്കണം. ഇത് രണ്ടും മാറ്റിയെടുത്തിട്ടില്ലെങ്കിൽ ആലസ്യം നിറഞ്ഞ മനസ്സെന്താ വിചാരിക്കുക, ഇപ്പം നല്ല സുഖമാണ്, എല്ലാ സുഖമാണ്, പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട. പക്ഷേ അലസത, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞു, ഓരോ സെല്ലുകളെയും അലസമാക്കി 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 നാം രോഗങ്ങളെ വിളിച്ചു വരുത്തും. കാരണം ഈ ശരീരത്തിൻ്റെ ഓരോ സെല്ലിനും പ്രതിരോധിക്കാനുള്ള ശക്തി ഉണ്ടാവില്ല. നിങ്ങൾ നോക്കൂ, ഇന്നത്തെ കുട്ടികളെ, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തെ കുട്ടികളെ ഏറ്റവും കൂടുതൽ ഇന്ന് രോഗികളായി കാണേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? എല്ലാ രക്ഷിതാക്കളടുത്തും ശമ്പളം ഇഷ്ടംമാതിരി പൈസയുണ്ട്, കുട്ടികൾ ചോദിക്കുന്നത് വാങ്ങിച്ചു കൊടുക്കുകയാണ്. അവരുടെ ജീവിത രീതി ശരിയല്ല. കൃത്യനിഷ്ഠ ഉള്ളവർ വളരെ കുറവ്. രാവിലെ 8-9 മണിവരെയൊക്കെ കിടക്കുന്നുറങ്ങി, സ്കൂളുള്ള ദിവസം ഫോഴ്സ്ഫുള്ളി എണീറ്റ്, ഇഷ്ടമില്ലാതെ എണീറ്റ്, മര്യാദയ്ക്ക് ടോയ്ലറ്റിൽ പോകാൻ അതിനും സാധിക്കുന്നില്ല. അതും ശരീരത്തിൽ കൊണ്ടു നടന്ന് ഭക്ഷണം കഴിക്കുന്നതൊക്കെ വിരുദ്ധാഹാരം, അതായത് ശരീരത്തിന് ആരോഗ്യം തരുന്ന ആഹാരമല്ല, കുറുറു എന്തൊക്കെയോ കടയിൽ നിന്ന് വാങ്ങിച്ച്, ലെയ്സ്, അത് ഇത്, പിന്നെ ഉള്ള നിങ്ങൾക്കറിയാലോ ചൈനീസ് ഉപ്പ്, വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള അജിനോമോട്ടോ, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ചേർത്തിട്ടുള്ള നൂഡിൽസ്, ഇങ്ങനെ കുറേ ശരീരത്തിന് ഹാനികരമായിട്ടുള്ള ഭക്ഷണവും കഴിച്ച് കൃത്യനിഷ്ഠയില്ലാതെ നിങ്ങളെന്ത് പ്രതിരോധമാണ് ആ കുട്ടിയിൽ കാണുക? എല്ലാം സൈനസിൻ്റേത്, അതുപോലെ ടോൺസിലിറ്റീസ്, അതുപോലെ കുറച്ചുകൾ കഴിയുമ്പോഴേക്ക് തൈറോയിഡായി, പിന്നെ ശരീരം മുഴുവൻ ഓരോരോ പ്രശ്നങ്ങൾ. നിങ്ങൾ നോക്കുന്നു പീഡിയാട്രിക് ഡോക്ടർമാരുടെ അടുത്തും അതുപോലെ തന്നെ കുട്ടികളുടെ വിഭാഗങ്ങളിലും എന്ത് തിക്കും തിരക്കുമാണ്. കാരണം ശീലങ്ങൾ അച്ഛന്മാർ അങ്ങനെ ഉണ്ടാക്കി, അമ്മമാരുണ്ടാക്കി വെച്ചു. ഇതിൽ നിന്ന് കുട്ടികളെയൊക്കെ രക്ഷിക്കണമെങ്കിൽ നമുക്കൊറ്റ മാർഗ്ഗമേ ഉള്ളൂ. മനസ്സിലാക്കണം, തമോ ഗുണം രോഗത്തിൻ്റെയാണ്. എത്രമാത്രം ആലസ്യത്തിൽ സുഖം കാണുന്നുണ്ടോ അത്രമാത്രം ശരീരത്തിൻ്റെ പ്രതിരോധം നഷ്ടപ്പെടും. അപ്പം അതിന് നമ്മൾ കുട്ടികളെ കുട്ടിക്കാലത്ത് തന്നെ ക്ഷേത്രങ്ങളിൽ കൊണ്ടുപോയി, ഞാൻ പറയും പ്രത്യേകിച്ച് പ്രദക്ഷിണം വയ്ക്കാൻ പറ്റുന്ന ക്ഷേത്രങ്ങളിൽ കൊണ്ടുപോയി, ഇപ്പോൾ നല്ല ശുദ്ധമായ ഓക്സിജൻ ശരീരത്തിൽ കയറും. താഴെ കല്ലുകളിൽ ചവിട്ടുമ്പോൾ, ചെരുപ്പിടലിലോ ഉള്ളിൽ ഈ ചുറ്റു അമ്പലത്തിൽ, അപ്പം കല്ലിൽ ചവിട്ടുമ്പോൾ ഓരോ നെർവിലും നമ്മുടെ കാലിൻ്റെ അടിയിൽ തട്ടുന്ന ആ ഒരു പ്രഷർ നമ്മുടെ ഓരോ നെർവിനെയും ആക്ടിവേറ്റ് ചെയ്ത് നമ്മുടെ ബ്രെയിൻ വരെ ബ്ലഡ് സർക്കുലേഷൻ ക്ലിയർ ചെയ്യും. അപ്പം നമ്മുടെ ശരീരത്തിൽ വേണ്ട ശുദ്ധമായ ഓക്സിജനും കൂടി കിട്ടുമ്പോൾ ശരീരത്തിൽ പ്രാണബലവും അതുപോലെ തന്നെ വായുവും ഒക്കെ ശരീരത്തിൽ കൂടുമ്പോൾ ആ ശരീരത്തിന് പ്രതിരോധവും ഊർജവും ഉത്സാഹവും കൂടുതലായിരിക്കും. ഇനി അതുകൊണ്ട് മാത്രം പ്രശ്നം തീരുന്നില്ല. മനസ്സിൻ്റെ റെസ്റ്റ്ലെസ്നെസ് മാറ്റണമെങ്കിൽ അതിന് നിരന്തരമായ ഓങ്കാരവും അതുപോലെ പ്രാണായാമവും പരിശീലിക്കേണ്ടതുണ്ട്. അപ്പം ഇങ്ങനെ അമ്പലങ്ങളിൽ പ്രദക്ഷിണം വയ്ക്കാൻ, ഇപ്പം അമ്പലമൊന്നും ഇല്ലാത്ത വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ളവരാണെങ്കിൽ, കാരണം ഇത് വിദേശ രാജ്യങ്ങളിലുള്ളവർ കേൾക്കുന്നുണ്ട് പ്രഭാഷണങ്ങളൊക്കെ, അപ്പോൾ അവർ വിചാരിക്കും ഞങ്ങൾക്ക് ഇവിടെ അമ്പലമൊന്നും ഇല്ലല്ലോ. അപ്പം നിങ്ങൾ കുറച്ച് കുട്ടികളെ കൊണ്ട് എക്സസൈസ് ചെയ്യിക്കുക. കുട്ടികളുടെ കൂടെ രാവിലെ കുറച്ച് ജോഗിങ് ചെയ്തിട്ടും അതുപോലെ അവരുടെ കൂടെ യോഗ പരിശീലിച്ചും ഒരു 21 പ്രാവശ്യം സൂര്യ നമസ്കാരം അങ്ങനെ ചെയ്യിച്ചിട്ടും, എന്നാൽ പ്രാണായാമവും പ്രണവവും, അതായത് ഓങ്കാരവും, അത് കൃത്യമായിട്ട് പരിശീലിപ്പിക്കുക. അങ്ങനെ നമ്മളും പരിശീലിച്ച് കുട്ടികളെ കൊണ്ട് പരിശീലിപ്പിക്കുമ്പോൾ അവരിൽ നിന്നും തമോ ഗുണം ക്രമേണ മാറും. കാരണം നിരന്തരം നമ്മളിൽ ആക്ടിവിറ്റി വരുമ്പോൾ, ആക്ഷൻ വരുമ്പോൾ ഇനാക്ഷൻ, അതായത് ആലസ്യം, അത് നമ്മളിൽ നിന്നും അകന്നു പോകും. ഇതുപോലെ ഏകാഗ്രതയ്ക്കുള്ള പ്രാണായാമവും പ്രണവവും പരിശീലിക്കുമ്പോൾ ഈ മനസ്സിൻ്റെ അൺസ്റ്റഡിനെസ്, മനസ്സിൻ്റെ ചഞ്ചലത, റെസ്റ്റ്ലെസ്നെസ്, അത് ക്രമേണ സെറ്റിൽ ഡൗൺ ചെയ്യും, അത് കൂൾ ഡൗൺ ആവും, അത് കാം ഡൗൺ ചെയ്യും. അപ്പം നമുക്ക് ഏകാഗ്രത വളരെ കൂടുതലായിരിക്കും. അപ്പം അങ്ങനെ ഇത് രണ്ടും കുട്ടികളിൽ അങ്ങേയറ്റം അനിവാര്യമാണ്. 3 കാര്യങ്ങളാണ് കുട്ടികളിൽ പരിശീലിപ്പിക്കുന്നത്. ഒന്നാമത്തത് ശരീരത്തിന് എന്തെങ്കിലും പ്രവൃത്തി, ചലനം, അതിനാണ് നിങ്ങൾ അമ്പലത്തിൽ പോകാൻ പറഞ്ഞത്, അല്ലെങ്കിൽ യോഗ തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾ, ഫിസിക്കൽ എക്സസൈസുകൾ. രണ്ടാമത്തത് പ്രാണായാമം, മൂന്നാമത്തെ പ്രണവം.
അപ്പം ഇതൊക്കെ നമ്മൾ കുട്ടികളിൽ പരിശീലിപ്പിച്ച് മുതിർന്നവരും പരിശീലിക്കുമ്പോൾ ആ മനസ്സിൽ ക്രമേണ മാറ്റങ്ങളുണ്ടാകും. സാത്വിക ഗുണങ്ങൾ അതിൽ കയറി വരാൻ തുടങ്ങും. അപ്പം അങ്ങനെ സാത്വിക ഗുണങ്ങൾ കയറി വന്ന മനസ്സ് അതിന് മറ്റുള്ള മനസ്സിനേക്കാൾ ശക്തിയും കരുത്തും ധൈര്യവും ഉണ്ടാവും. അപ്പം അതെന്തൊക്കെയാണ് എന്നത് നമുക്ക് ഗീതയിലൂടെ തന്നെ നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു, നമുക്ക് ഈ അർജുനൻ്റെ കൂടെ തന്നെ യാത്ര ചെയ്യുമ്പോൾ ഒന്നുകൂടി വ്യക്തത വരും. അതുകൊണ്ടാണ് ഗീത പഠിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഗീതയിലൂടെയാണ് കൃഷ്ണൻ ഇത്തരം കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പം ഇവിടെ 5-ാം അധ്യായം 2-ാം ശ്ലോകം, നമ്മൾ 3-ാമത്തെ ശ്ലോകത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. എങ്കിലും ആ 2-ാം ശ്ലോകം ഒന്നുകൂടി കണ്ടുകൊണ്ട് നമുക്ക് 3-ാം ശ്ലോകത്തിലേക്ക് കടക്കാം. ശ്രീ ഭഗവാനുവാച സന്യാസകർമ്മയോഗശ്ച നിസ്രേയസകരാവുഭോ തയോസ്തു കർമ്മസന്യാസാത് കർമ്മയോഗോ വിശിഷ്യതേ. ഇവിടെ അർജുനൻ ഘോരമായ യുദ്ധക്കളത്തിൽ നിന്ന് പിതാമഹനെയും ഗുരുവിനെയും വധിക്കുന്ന ആ ദുഷ്ടചിന്തകളിൽ നിന്നും തന്നെ രക്ഷിക്കാൻ കൃഷ്ണനോട് പറയായിരുന്നു ആദ്യം. കൃഷ്ണ, ഈ യുദ്ധം ചെയ്യുന്നത് ശരിയല്ല, കാരണം മഹാപാപാണ്, ഗുരുവിനെയും പിതാമഹനെയും വധിക്കുന്നത് ശരിയല്ല. എന്നാൽ കൃഷ്ണൻ പറഞ്ഞു, അർജുന, നീ അങ്ങനെ ഇവിടെ നിന്ന് മാറി നിന്നാലും നിൻ്റെ മനസ്സ് നിന്നെ വെറുതെ ഇരിക്കാൻ സമ്മതിക്കില്ല. ഈ കമ്പാഷനും ഈ എമ്പതിയും ഒക്കെ നിനക്കുണ്ടെങ്കിലും നീ എവിടെയെങ്കിലും മാറി നിന്ന് കഴിഞ്ഞാൽ 3 കാര്യങ്ങൾ നിന്നെ വേട്ടയാടും. 3 കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു, അത് ഒന്നുകൂടി ആവർത്തിക്കുന്നത് മാത്രം. അതിൽ 1-ാമത്തെ കാര്യം, നിൻ്റെ മനസ്സ് നിന്നോട് പറയും, നോക്കൂ, നിന്നിൽ ഏൽപ്പിക്കപ്പെട്ട സമൂഹം, നിന്നിൽ അർപ്പിക്കപ്പെട്ട സമൂഹം, നിന്നിൽ അർപ്പിച്ച ഒരു വിശ്വാസത്തെ നീ ഇല്ലാതാക്കി. എന്താണെന്ന് വെച്ചാൽ സമൂഹം അർജുനനിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് അർജുനനെ പോലുള്ള യോദ്ധാക്കൾ വേണം ഈ സമൂഹത്തിൽ ധാർമ്മികത നിലനിർത്താൻ. അപ്പം തൻ്റെ ഒരു കർത്തവ്യം താൻ ചെയ്യാതെ അതിനെ അവഗണിച്ചുകൊണ്ട് ഇവിടുന്ന് സ്ഥലം വിട്ടു എന്ന കുറ്റബോധം എന്നും അർജുനനെ വേട്ടയാണ്. 2-ാമത്തത്, കൗരവാദികൾ നടത്തുന്ന സ്വാർത്ഥഭരണത്തെ, താലിബാൻ ടൈപ്പ് ഭരണത്തെ അർജുനൻ അതിനെതിരായിട്ടൊന്നും ചെയ്യാൻ പറ്റാത്തവനായി മാറുമ്പോൾ അതിനെ അംഗീകരിച്ച് കൊടുക്കുന്ന ഒരാളായി അർജുനൻ ചിത്രീകരിക്കപ്പെടും. അതായത് കൗരവാദികൾ ചെയ്യുന്നൊക്കെ ശരിയാണ് എന്ന് അംഗീകരിച്ചു കൊടുക്കുന്നതിന് തുല്യമായിരിക്കും അർജുനൻ ഇവിടെ നിന്നും പോകുന്നത്. അപ്പം അതിൻ്റെ അർത്ഥം വലിയ ധർമ്മത്തിന്, വലിയ ക്രമത്തിന്, വലിയ സ്വാർത്ഥതയ്ക്ക് കൂട്ടുനിന്നു എന്ന ഒരു വലിയ കുറ്റബോധം അർജുനനെ വേട്ടയാടും. ഇനി 3-ാമത്തതാണെങ്കിലോ, അർജുനൻ്റെ ഉള്ളിൽ നിന്ന് അർജുനന് തന്നെ മനസ്സിലാവും, അതായത് താൻ എന്തിനാണ് ഇത്രയും കാലം ആയുധകലയൊക്കെ അഭ്യസിച്ചത്? തനിക്ക് വേണ്ടി മാത്രമാണോ? തൻ്റെ സമൂഹത്തിനും കൂടി വേണ്ടിയിട്ടല്ലേ? സമൂഹം തന്നിൽ അർപ്പിച്ചിരിക്കുന്ന ഒരു വലിയ കർത്തവ്യമായിരുന്നില്ല അത്? അപ്പോൾ താൻ ഈ പിതാമഹനെയും ഗുരുവിനെയും പേടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവരെ വധിച്ചു കഴിഞ്ഞാലുണ്ടാകുന്നൊരു വലിയ അർജുനനുണ്ടാകുന്ന ഒരു കുറ്റബോധവും, അല്ലെങ്കിൽ അർജുനനെ നേരിടുന്ന എല്ലാവരും കുറ്റപ്പെടുത്തുമ്പോൾ ഉണ്ടാകുന്ന വിഷമോ, ഇതൊക്കെ ഓർത്തുകൊണ്ട് അർജുനൻ അതിൽ നിന്ന് മാറി നിന്നാൽ, ഗുരുവിനെയും പിതാമഹനെയൊക്കെ വധിക്കുന്നത് മാറി നിന്ന് കഴിഞ്ഞാൽ, നാളെ അർജുനൻ്റെ മനസ്സ് പറയും, ഇവരെയൊക്കെ വധിക്കാഞ്ഞ് നന്നായി എന്നൊക്കെ പറയും ഒരു ഭാഗത്ത്. പക്ഷേ വേറൊരു ഭാഗത്ത് അർജുനൻ്റെ മനസ്സ് അർജുനനോട് പറയും, നിനക്ക് ഏതായിരുന്നു വലുത്? ബന്ധമായിരുന്നോ? നിന്നിൽ അർപ്പിക്കപ്പെട്ട കർത്തവ്യമായിരുന്നു, കടമയായിരുന്നു? അപ്പം ആ ഒരു തരത്തിൽ അർജുനൻ്റെ മനസ്സ് വലിയൊരു കുറ്റബോധത്തിലേക്ക് തള്ളിവിടും എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പം അതുകൊണ്ട് അർജുനൻ കൺഫ്യൂഷനായി. അർജുനൻ കൃഷ്ണനോട് ചോദിക്കുകയാണ്, കൃഷ്ണ, എൻ്റെ മനസ്സിന് ഒരു സമചിത്തത, സമാധാനം എനിക്ക് വേണം. അങ്ങ് പറഞ്ഞത് ജ്ഞാനത്തിലൂടെ കിട്ടും, ജ്ഞാനികൾക്ക് കൈവരിക്കാൻ പറ്റും, സന്യാസികൾക്ക്. എന്നാൽ അങ്ങ് എൻ്റെ കാര്യത്തിൽ കർമ്മം ചെയ്യൂ എന്ന് 3-ാം അധ്യായത്തിൽ പറഞ്ഞു. അപ്പോൾ ഇവിടെയും അങ്ങ് എന്നോട് അത് തന്നെ പറയുമോ? ഞാൻ കർമ്മത്തെ സന്യസിക്കുന്നതാണോ കൃഷ്ണ ശരി, അതോ ഞാൻ എൻ്റെ കടമ ചെയ്യുന്നതാണോ ശരി? അപ്പം മനസ്സിൻ്റെ സുസ്ഥിരയ്ക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മനസ്സിൻ്റെ സമചിത്തതയ്ക്ക് വേണ്ടിയിട്ട് ഇതെല്ലാം വിട്ടിട്ട് സ്വസ്ഥമായിട്ടൊരു ഭാഗത്ത് ഇരിക്കുന്നതാണോ ശരി, അതോ ഈ ഘോരമായ കർത്തവ്യത്തിൻ്റെ പേരിൽ ഈ യുദ്ധം ഞാൻ ചെയ്യുന്നതാണോ ശരി? അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, അർജുന, ഇത് രണ്ടും, അതായത് മനസ്സിൻ്റെ സ്വസ്ഥത, മനസ്സിൻ്റെ ആ ഒരു നിരപേക്ഷത, അല്ലെങ്കിൽ മനസ്സിൻ്റെ ഒരു സമചിത്തത, ഇത് കൈവരിക്കാൻ 2 മാർഗത്തിലൂടെയും പറ്റും. ഒന്ന് സന്യാസത്തിൻ്റെ മാർഗത്തിലൂടെ പറ്റും, 2 കർമ്മയോഗത്തിൻ്റെ മാർഗത്തിലൂടെ പറ്റും. എന്നാൽ നിനക്ക് ഏറ്റവും യോജിച്ചത്
തയോസ്തു കർമ്മസന്യാസാൽ, കർമ്മസന്യാസത്തേക്കാൾ, അതായത് ഈ സമചിത്തത കൈവരിക്കാൻ എവിടെയെങ്കിലും പോയി എല്ലാ ഉത്തരവാദിത്വം നിന്നും വിട്ട് ഒന്നും ചെയ്യാതെ ഒരു ഭാഗത്തിരുന്ന് ധ്യാനനിരതനായിട്ട് ഇത് കൈവരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് തയോസ്തു കർമ്മസന്യാസാൽ കർമ്മയോഗോ വിശിഷ്യതേ, നീ നിൻ്റെ കർത്തവ്യം ചെയ്തുകൊണ്ടത് കൈവരിക്കുന്നു. അപ്പോൾ അർജുനന് വളരെ വ്യക്തമായി കൃഷ്ണൻ സന്ദേശം കൊടുത്തു. അർജുന, ഇവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ട് നീ സമചിത്തത കൈവരിക്കും എന്ന് വിചാരിക്കരുത്. അതിനേക്കാൾ എളുപ്പത്തിൽ നിനക്ക് നിൻ്റെ കർത്തവ്യത്തിൽ ഇരുന്നു കൊണ്ട്, കടമ ചെയ്തുകൊണ്ട് നിനക്ക് സമചിത്തത കൈവരിക്കാൻ പറ്റും. അപ്പോൾ ആ കാര്യം ഒന്നുകൂടി കൃഷ്ണൻ വ്യക്തമാക്കുകയാണ്. നമുക്കിനി അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. അവിടെ കൃഷ്ണൻ സന്യാസത്തെ ഡിഫൈൻ ചെയ്യാണ്. അപ്പം നമുക്ക് പലർക്കും ഈ സന്യാസം എന്താണ് എന്ന കാര്യത്തിൽ ഏറെ സംശയമാണ്. ഒരു തരം വേഷം ധരിക്കുന്നതാണ്, കാവ്യവസ്ത്രം ധരിക്കുന്നതാണ് സന്യാസം എന്നാണ് പൊതുവെ നമ്മൾക്ക് ധരിച്ചിരിക്കുന്നത്. എന്നാൽ ഭഗവാൻ കൃഷ്ണൻ ഗീതയിൽ തരുന്ന സന്യാസത്തിനുള്ള നിർവചനം ടോട്ടലി ഡിഫറൻ്റാണ്. എന്ന് മാത്രമല്ല, ഏത് വിവാഹം കഴിച്ചവനും സന്യാസിയാവാനും പറ്റും. അതിന് ഇന്ന വേഷം എന്നൊന്നില്ല. പിന്നെ എന്തിനാണ് ആ വേഷം? അതൊരു സാമൂഹികമായ ഒരു സിസ്റ്റത്തിലുണ്ടായ ഒരു വേഷവിധാനമാണ്. അല്ലാതെ യഥാർത്ഥത്തിൽ സന്യാസത്തിനും വേഷത്തിനും തമ്മിൽ ഒരു ബന്ധവുമില്ല. അത് വെറും ഒരു പ്രതീകാത്മകമായ വസ്ത്രമാണ്. സന്യാസം എന്നത് വസ്ത്രത്തിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല എന്ന് ശങ്കരാചാര്യ സ്വാമികളും തൻ്റെ ഭജഗോവിന്ദത്തിൽ പറഞ്ഞിട്ടുണ്ട്. അവിടെ പറയും, ജട്ടിലോ മുണ്ടി ലുഞ്ചിതകേശ കാഷായാം ഭരബഹുകൃതവേഷ പശ്യന്നപി ച ന പശ്യതി മൂഢ ഉദരനിമിത്തം ബഹുകൃതവേഷ ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. പറയുന്നത്, ചിലർ മുണ്ടനം ചെയ്യുന്നു, ചിലർ കുറച്ച് മുടി വയ്ക്കുന്നു, ചിലർ ഷേവ് ചെയ്യുന്നു കംപ്ലീറ്റ്ലി തലയും താടിയും. അങ്ങനെ പലതരത്തിലുള്ള വേഷവിധാനങ്ങളിലൂടെ സന്യാസമാണെന്ന് വിചാരിക്കരുത്. അതെല്ലാം ഉദരനിമിത്തം ബഹുകൃതവേഷ, വയറ് നിറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വേഷം മാത്രമേ ഉള്ളൂ. അപ്പം നമുക്കൊരു വേഷം വേണം. അതൊരു സാമൂഹികമായിട്ടുള്ള രീതികൾക്ക്. ഇപ്പം നമുക്കൊരു ഡോക്ടർമാർക്കൊരു യൂണിഫോം ഉണ്ട്, ലോയേഴ്സിന് യൂണിഫോം ഉണ്ട്, പോലീസുകാർ. അപ്പോൾ അവരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെയാണ് സന്യാസികൾ ധരിക്കുന്ന യൂണിഫോം. പക്ഷേ സന്യാസം എന്നതൊരു യൂണിഫോമിൽ, ഒരു വസ്ത്രത്തിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കുട്ടി എൻ്റെ അടുത്തൊരു ചോദ്യം ചോദിച്ചു. അതായത് ഇപ്പോൾ ഈ കുട്ടികളുടെ ഇടയിൽ, ഈ മുസ്ലിം കുട്ടികളുടെ ഒരു വലിയൊരു പ്രശ്നമാണല്ലോ ഇപ്പോൾ തലയിലിട്ടിട്ട് വരണം, തലയിലിടാതെ വരണം. അതാണിപ്പം വലിയൊരു ചർച്ച. പല മുസ്ലിം സംഘടനകളും വളരെ ഘോരമായി ചർച്ച ചെയ്യുന്നതാണ് തലയുടെ മുകളിൽ എന്ത് വേണമെന്ന്. തലയുടെ ഉള്ളിൽ എന്ത് വേണമെന്ന് അവർ ചിന്തിക്കുന്നില്ല. തലയുടെ മുകളിൽ എന്തിട്ടാലും തലയുടെ ഉള്ളിൽ വല്ലതും ഉണ്ടെങ്കിലല്ലേ ഗുണമുള്ളൂ. തലയുടെ മുകളിൽ നമുക്ക് വില പിടിച്ച സാധനങ്ങളൊക്കെ ഇടാം, പക്ഷേ തലയുടെ ഉള്ളിലോ? പണ്ടേതോ ഒരു തമാശയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു തലയിൽ തുണിയിടേണ്ട കാര്യമാണ് ഇപ്പോൾ വലിയ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു കുട്ടി എൻ്റെ അടുത്ത് ചോദ്യം ചോദിച്ചു, അല്ല സ്വാമി, ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പം നിങ്ങളിപ്പം ഈ കേൾക്കുന്നുണ്ടല്ലോ, പെൺകുട്ടികൾ, മുസ്ലിം പെൺകുട്ടികൾ ബുർഖ ധരിക്കാൻ പാടോ ഇല്ലേ എന്നൊക്കെയുള്ളതാണ് ചർച്ച വരുന്നത്. അപ്പോൾ കോടതി പറഞ്ഞു യൂണിഫോം അവർ ഇതാക്കണമെന്ന്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ യു പിയിലെ മുഖ്യമന്ത്രി കാവ്യ ഉടുക്കുന്നത് അതൊരു തരം ഇതാണല്ലേ, മതപരമായ വേഷമല്ലേ? അപ്പം ഞാനും ആദ്യം ഒന്നിരുന്നു പോയി. കാരണം മതപരമായൊരു വേഷമല്ലേ എന്ന് ചോദിച്ചാൽ മതപരമായ വേഷമാണല്ലോ. അപ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്നാണ് കുട്ടി. പക്ഷേ എനിക്ക് പെട്ടെന്ന് ഓടി. അതാണ് ഈശ്വരാനുഗ്രഹം എന്ന് പറയുന്നത്. ചില സമയത്ത് ഉത്തരം നമുക്ക് പെട്ടെന്ന് ഓടണം തലയിൽ. ഞാൻ പറഞ്ഞു, യോഗി ആദിത്യനാഥ് അദ്ദേഹം കാവ്യ ഉടുക്കുന്നുണ്ടെങ്കിൽ അതൊരു യൂണിഫോം, അങ്ങനെ ഒരു സംഗതി അവിടെ നിയമസഭയിൽ പ്രിസ്ക്രൈബ് ചെയ്തിട്ടില്ല. നിയമസഭയ്ക്കകത്ത് ഇന്നതാണ് യൂണിഫോം ധരിക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു വ്യവസ്ഥ ഉണ്ടെങ്കിൽ അദ്ദേഹം അത് ധരിച്ചിട്ട് വരും. അങ്ങനെ യൂണിഫോമില്ല. നേരെ മറിച്ച് ഇവിടെ അതല്ല, സ്കൂളിൽ യൂണിഫോം വേണം എന്ന് സ്കൂൾ അധികൃതർ നിർബന്ധം പിടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അത് അനുസരിക്കല്ലേ നല്ലത്. അങ്ങനെ ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടു. അപ്പോൾ ഇവിടെ യോഗി ആദിത്യനാഥിക്ക് യൂണിഫോം ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹത്തെ ഉടുക്കുന്നുള്ള ഒരു ധാരണയിലാണ് ഞാനത് അടിച്ചു വിട്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ, ഇവിടെ തലയ്ക്ക് മുകളിലിടുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനേക്കാൾ നല്ലത് തലയ്ക്ക് ഉള്ളിൽ വല്ലതും വേണമെന്ന് ചിന്തിക്കല്ലേ നല്ലത്. അപ്പോൾ തലയുടെ ഉള്ളിൽ വല്ലതും ഉണ്ടെങ്കിലല്ലേ പഠിക്കാനും മനസ്സിലാക്കാനും പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കൃഷ്ണൻ പറയുകയാണ്, അർജുന, എന്താണ് സന്യാസം? ഇത് നമ്മളൊക്കെ മനസ്സിലാക്കി വെക്കണം. എന്താണ് യഥാർത്ഥ സന്യാസം? നമുക്ക് ഭഗവാൻ കൃഷ്ണൻ പറയുന്നതിനെ ഉൾക്കൊള്ളാൻ പറ്റിയാൽ നിങ്ങൾക്കൊക്കെ സന്യാസത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണകൾ എടുത്തു മാറ്റാൻ പറ്റും. അതാണ് 3-ാമത്തെ ശ്ലോകം.
ആ ശ്ലോകം നമുക്ക് നോക്കാം. ജ്ഞേയസ്സ നിത്യസന്യാസീ യോ ന ദ്വേഷ്ടി ന കാംക്ഷതി നിർദ്ദന്തോ ഹി മഹാബാഹോ സുഖം ബന്ധാൽ പ്രമുച്യതേ. ജ്ഞേയ സ നിത്യസന്യാസി. നിത്യസന്യാസി ആരാണ്? നിത്യസന്യാസി. അവരാണ് നിത്യം, എപ്പോഴും നിലനിൽക്കുന്ന, അല്ലെങ്കിൽ എപ്പോഴും സന്യാസത്തിൽ ജീവിക്കുന്നവർ. നിത്യം സന്യാസത്തിൽ ജീവിക്കുന്നവരാണ് അവർ. ആരാണത്? ജ്ഞേയ. ജ്ഞേയം, ജ്ഞാനം, അറിവ്. ജ്ഞേയം എന്ന് പറഞ്ഞാൽ അറിവിനെ അനുഭവമാക്കുന്നവർ, അറിവിനെ അനുഭൂതിയാക്കുന്നവർ, അറിവിനെ പരിശീലിച്ച് സ്വന്തം ജീവിതത്തിൽ ഒരു പ്രാക്ടിക്കൽ നോളജിൽ ജീവിക്കുന്നവർ. ഇപ്പം ജ്ഞേയം എന്നാണ് വാക്ക്. ജ്ഞേയം. ജ്ഞേയം എന്ന് പറഞ്ഞാൽ അറിയേണ്ടത്, അറിയപ്പെടേണ്ടതിനെക്കുറിച്ച്, മനസ്സിലാക്കേണ്ടതിനെക്കുറിച്ചുള്ള അറിവുള്ളവൻ. എന്താണ് ഇവിടെ മനസ്സിലാക്കേണ്ടതുള്ളത്? ന ദ്വേഷ്ടി ന കാംക്ഷതി. ആ സന്യാസി ന ദ്വേഷ്ടി, ഒന്നിനോടും ദ്വേഷമുള്ളവരല്ല. ന കാംക്ഷതി, ഒന്നും ആഗ്രഹിക്കുന്നവരല്ല. ഈ വാക്ക് വളരെയധികം തെറ്റിദ്ധരിക്കപ്പെടുന്ന വാക്കുകളാണ്. സന്യാസി ഒന്നും കാംക്ഷതി എന്ന് പറയുമ്പോൾ ഒന്നും ആഗ്രഹിക്കാത്തവനാണെന്ന് പറയുമ്പം പാവം അങ്ങനെ വായിൽ നോക്കിയിരിക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കും. ഹേയ്, ഒന്നും ആഗ്രഹിക്കാത്ത ഒരാളൊരു അവസ്ഥ ആലോചിച്ച് നോക്കൂ. വെള്ളം കുടിക്കണം എന്നൊരാഗ്രഹം വേണ്ടേ? ബാത്റൂമിൽ പോകണം എന്നൊരാഗ്രഹം വേണ്ടേ? കുളിക്കണം എന്നൊരാഗ്രഹം. ഒന്നും ആഗ്രഹിക്കുന്നില്ലേ? കുളിക്കണില്ല, വെള്ളം കുടിക്കണില്ല, ആഗ്രഹിക്കരുതെന്നാണ് കൃഷ്ണൻ പറഞ്ഞത്. അങ്ങനെ അർത്ഥമെടുത്താണ്ടല്ലോ ആകെ ബദ്ധായിരിക്കും. അപ്പം അതുകൊണ്ട് ന കാംക്ഷതി ന ദ്വേഷ്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞത് കൂട്ടിച്ചേർത്ത് വായിക്കണം. ന കാംക്ഷതി എന്ന് പറഞ്ഞാൽ അർത്ഥം അലസമായിരുന്നൊന്നും സുഖം കണ്ടെത്താൻ ആഗ്രഹിക്കാത്ത. അതായത് ഒരു സന്യാസി എപ്പോഴും പ്രയത്നിച്ചു കൊണ്ടേയിരിക്കുന്നവരാവണം. നിരന്തര പ്രയത്നം ചെയ്യുന്നവരാണ് സന്യാസിമാർ. അല്ലാതെ അലസമായിട്ടൊരു ഭാഗത്തിരുന്ന് സുഖം കണ്ടെത്തുന്ന, എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിച്ച് ജീവിക്കുന്നവരല്ല. പ്രയത്നിച്ച് സ്വന്തം പ്രയത്നത്താൽ, നിരന്തരമായ പ്രയത്നത്താൽ, നിരന്തരമായ പരിശീലനത്താൽ അവനവൻ്റെ പ്രയത്നത്തിൽ സുഖം കണ്ടെത്തുന്നവർ, സാധനയിൽ സുഖം കണ്ടെത്തുന്നവർ. അപ്പം അങ്ങനെ ഒരു പരമസുഖത്തിൽ ജീവിക്കുക. അപ്പം അതിന് അവർ നിരന്തരമായ നിത്യാഭ്യാസിയാണ്. അവർ നിരന്തരമായ സാധകനാണ്. അവർ അതുകൊണ്ട് അവർ ഒരു ആലസ്യ സുഖത്തെ, അവശ്യ സുഖത്തെ, ഒരു മടി പിടിച്ച സുഖത്തെ, ഒന്നും ചെയ്യാതിരിക്കുന്ന കിട്ടുന്നുള്ള സുഖത്തെ, എല്ലാം അനുഭവിക്കാൻ സൗഭാഗ്യം ഒരു ഭാഗത്ത് കിട്ടിയിട്ട് അതെല്ലാം അനുഭവിച്ചൊന്നും ചെയ്യാതിരിക്കുന്നൊരു സുഖത്തെ അനുഭവിക്കുന്നവരല്ല. അങ്ങനെയുള്ളവരല്ല സന്യാസി. ന കാംക്ഷതി. അപ്പം ന കാംക്ഷതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം ഒന്നും ആഗ്രഹിക്കാത്തവരെന്ന അർത്ഥത്തിലല്ല, ഒരു ആലസ്യ സുഖത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കാത്തവർ, അതിനടിമപ്പെടാത്തവർ. ഒരു ആലസ്യ ജീവിതമാണ്, ആലസ്യ സുഖ ജീവിതമാണ് സുഖമെന്ന തെറ്റിദ്ധാരണയില്ലാത്തവർ. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർ നിരന്തരം പ്രയത്നിച്ച്, നിരന്തരം മെനക്കെടാൻ അവർ തയ്യാറാണ്. ഇനിയോ ന ദ്വേഷ്ടി. അങ്ങനെ നിരന്തരം പ്രയത്നിക്കുമ്പോൾ അവരുടെ പ്രയത്നത്തിൽ പല ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും പലരും സൃഷ്ടിക്കും, പല വെല്ലുവിളികളൊക്കെ ഉണ്ടാവും. പക്ഷെ ന ദ്വേഷ്ടി, മനസ്സിനെ ഒരിക്കലും പ്രക്ഷുബ്ധമാവാൻ, അസ്വസ്ഥമായിട്ട് കൈവിട്ടു പോവാൻ, അല്ലെങ്കിൽ അവരുടെ ഹോപ്പ് ഇല്ലാതാവാൻ അവരൊരിക്കലും സമ്മതിക്കില്ല. മനസ്സിൽ പല പ്രശ്നങ്ങളും കയറി വരും, മനസ്സിൽ പല മോഹങ്ങളും ആഗ്രഹങ്ങളൊക്കെ കയറി വരും. പക്ഷേ അമിതമായി അതിൻ്റെ ഉള്ളിൽപ്പെട്ട് മനസ്സിനെ ആകെ അസ്വസ്ഥമാക്കി ഒരു ജീവിതം അവർ നയിക്കില്ല. അപ്പോൾ ഏത് തരത്തിലുള്ള അസ്വസ്ഥതകളിൽ നിന്നും മനസ്സിനെ മാറ്റിയെടുക്കുക, അതായത് രജോ ഗുണത്തിൻ്റെ ആധിക്യത്തെ മാറ്റിയെടുക്കാനും തമോ ഗുണത്തിൻ്റെ സുഖത്തിലേക്ക് മനസ്സ് വഴിതെറ്റിപ്പോവാതെ അതിലേക്ക് പോവാൻ അനുവദിക്കാതെയും അങ്ങനെ മനസ്സിനെ കൊണ്ടു നടക്കാൻ അറിവും കഴിവും ഉള്ളവരെയാണ് സന്യാസി എന്ന് വിളിക്കുന്നത്. അപ്പോൾ സന്യാസത്തിന് കൃഷ്ണൻ കൊടുത്ത നിർവചനം നോക്കൂ നിങ്ങൾ. ആലസ്യ സുഖത്തിന് അടിമപ്പെടാതെ, അസ്വസ്ഥ ചിന്തകൾക്ക് വിധേയരാവാതെ, മനസ്സിനെ നിരന്തര പ്രയത്നത്തിലും അതുപോലെ തന്നെ അസ്വസ്ഥതകൾ മാറ്റിക്കൊണ്ട് മനസ്സിനെ തൻ്റെ കർത്തവ്യങ്ങളിൽ ഏകാഗ്രമാക്കിക്കൊണ്ട്, തൻ്റെ സാധനകളിൽ ഏകാഗ്രമാക്കിക്കൊണ്ട് മനസ്സിനെ മുന്നോട്ട് നയിക്കാൻ അറിവും, അതാണ് ജ്ഞേയം,
പരിശീലനത്തിലൂടെ കിട്ടുന്ന അറിവുള്ളവരാണ് സന്യാസി. ഈ സന്യാസം എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. അതിന് വേഷം പ്രത്യേകിച്ച് ധരിക്കണമെന്നില്ല. ഏത് ഗൃഹസ്ഥനും, ഏത് വിദ്യാർത്ഥിക്കും, ഏത് കോളേജിൽ പഠിക്കുന്നവനും, ഏത് ഗൃഹസ്ഥനും, ഏത് വീട്ടമ്മയ്ക്കും, ഏത് പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും അനുഷ്ഠിക്കാവുന്ന സന്യാസമാണ് കൃഷ്ണൻ പറഞ്ഞു തരുന്ന ഈ സന്യാസം. ഇവിടെ ചെയ്യേണ്ടത് രണ്ട് കാര്യം. ഒന്നാമത്തത്, തൻ്റെ ഉള്ളിൽ മനസ്സിലാണ് തൻ്റെ ജീവിതം ഇരിക്കുന്നത്. ആ മനസ്സ് ആലസ്യത്തിൽ സുഖം കണ്ടെത്തിക്കഴിഞ്ഞാൽ ശരീരം മുഴുവൻ കഴിവില്ലാത്തതാവും, പ്രതിരോധമില്ലാത്തതാവും, രോഗത്തിനടിമപ്പെടും. അതാണ് ക്യാൻസറൊക്കെ ഇന്ന് ഇത്ര വ്യാപിക്കുന്നത്. അപ്പം അതുകൊണ്ട് എന്ത് വേണം? ശരീരത്തിന് വേണ്ടത്ര ചലനം, ആക്ടിവിറ്റി, പ്രയത്നം, പരിശീലനം വേണം. അപ്പം അതുകൊണ്ട് സന്യാസി എപ്പോഴും ആക്ഷൻ ഓറിയൻറ്റഡ് ആയിരിക്കും, പ്രവൃത്തി നിരതനായിരിക്കും. തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും അലസനായ ജീവിതം സുഖം കണ്ടെത്തില്ല അവർ. രണ്ടാമത്തത്, ഇനി മനസ്സിലെന്തെങ്കിലും ദേഷ്യങ്ങളും വിഷമങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ വരാം. ദേഷ്യം വരുന്ന സാഹചര്യങ്ങൾ വരാം, പ്രതീക്ഷിച്ച് കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ വരാം. അതൊക്കെ വരുമ്പോഴും അവരാ മനസ്സിലേക്ക് വീണു പോവാതെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചഞ്ചലതകളിലേക്ക്, അസ്വസ്ഥതകളിലേക്ക് വീണു പോവാതെ അതിൽ നിന്നും മനസ്സിനെ ഉയർത്തിക്കൊണ്ടുവന്ന് അവരെ സാധനയിലേക്ക് ഫോക്കസ് ചെയ്യാൻ, അവരെ പ്രവർത്തനത്തിലേക്ക് ഫോക്കസ് ചെയ്യാൻ കഴിയുന്നവരാണ് സന്യാസി. അപ്പോൾ സ്വന്തം മനസ്സിനെ പരിവർത്തനം വരുത്തി എടുക്കുന്നവരെയാണ് കൃഷ്ണൻ സന്യാസി എന്ന് വിളിക്കുന്നത്. അതിന് വേഷവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നോക്കൂ നിങ്ങൾ, ഇവിടെ എവിടെയെങ്കിലും കൃഷ്ണൻ കാവ്യ ഉടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇവിടെ കൃഷ്ണൻ പറഞ്ഞിരിക്കുന്ന ഇത്രയുള്ളൂ: ന കാംക്ഷതി ന ദ്വേഷ്ടി. ഈ രണ്ട് വാക്കുകൾ. അങ്ങനെ ഇത് രണ്ടും സാധിച്ചു കഴിഞ്ഞാൽ, ഇത് രണ്ടും നേടിക്കഴിഞ്ഞാൽ അത്തരം ആളുകളുടെ മനസ്സെങ്ങനെയായിരിക്കും? ഇത് സത്യം പറഞ്ഞാൽ എല്ലാവരും കൈവരിക്കേണ്ടതാണ്. ഈ സന്യാസം എന്ന് പറയുന്നത് കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ നേടിയെടുക്കേണ്ടതാണ്. അതായത് ശരീരത്തിനെ വളരെ ആക്റ്റീവാക്കണം, ഒരു തരത്തിലും മനസ്സിന് ഒരു ആലസ്യം കണ്ടെത്തി അതിൽ സുഖമായിട്ട് ജീവിക്കാൻ അനുവദിക്കരുത്. രണ്ടാമത്തത്, എന്തുതരം പ്രലോഭനങ്ങളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും അങ്ങനെയൊക്കെ വന്നാലും അതൊക്കെ അവഗണിച്ചുകൊണ്ട്, അതിന്നൊക്കെ മനസ്സിനെ മാറ്റിയെടുത്തുകൊണ്ട് മുന്നോട്ട് ജീവിതത്തെ നയിക്കാനുള്ള സാധനയും കരുത്തും ശക്തിയും ഉണ്ടാക്കിയെടുത്താൽ അതുതന്നെയാണ് വലിയ സന്യാസം. അപ്പം അവർ സമ്യക് സ്ഥാപനം ചെയ്യാണ്. തന്നെ സമ്യക്കായ വിധത്തിൽ, വേണ്ട വിധത്തിൽ അവർ നിസിക്കുക. വേണ്ടാത്ത ത്യജിച്ചുകൊണ്ടും വേണ്ടതിൽ മനസ്സിനെ ഉറപ്പിച്ചുകൊണ്ടും അവർ ജീവിതത്തെ മുന്നോട്ട് നയിക്കുകയാണ്. അപ്പം അങ്ങനെ സ്വന്തം ഉള്ളിൽ, സ്വന്തം മനസ്സിൽ ആലസ്യത്തിൽ നിന്ന് പുറത്തു കടക്കാനും അസ്വസ്ഥതയെ മറികടക്കാനും അറിവുള്ള, കഴിവുള്ള, അതിനെ പരിശീലിക്കാൻ സമയം കണ്ടെത്തുന്ന, അതിനുവേണ്ടി മെനക്കെടുന്ന ആളുകളെയാണ് സന്യാസി എന്ന് വിളിക്കുക. അപ്പോൾ എപ്പോഴും സന്യാസി എന്ന് പറയുമ്പോൾ മനസ്സിനെ മനസ്സിലാക്കി മനസ്സിനെ ഉയർത്താൻ പരിശീലിച്ച് ജീവിക്കുന്നവരാണ് സന്യാസി. മറക്കരുത്. മനസ്സിനെ പരിശീലിപ്പിക്കുക, മനസ്സിനെ നിരന്തരമായി മാറ്റിയെടുക്കാൻ ശ്രമിക്കുക. അങ്ങനെ പരിശീലിക്കുന്നവരാണ് സന്യാസി. അതുകൊണ്ട് തന്നെ സന്യാസിയുടെ ജീവിത അവസ്ഥ എന്താണ്? നിർദ്വന്ദ്വോ ഹി മഹാബാഹോ സുഖം ബന്ധാൽ പ്രമുച്യതേ. നിർദ്വന്ദ്, അവർ നിർദ്വന്ദ്വന്മാരായിത്തീരും. നിർദ്വന്ദ്വന്മാർ. ദ്വന്ദ്വം എന്ന് പറയുന്നത് രണ്ട് എക്സ്ട്രീം അനുഭവങ്ങളാണ്. നമ്മുടെ മനസ്സിന് ഈ രണ്ട് എക്സ്ട്രീമേ അറിയുള്ളൂ. ആഗ്രഹിച്ചത് കിട്ടുമ്പോൾ അമിത സന്തോഷം, ആഗ്രഹിച്ചത് കിട്ടിയില്ല എന്ന് മാത്രമല്ല കയ്യിലുള്ളതും കൂടി പോയി, അപ്പോൾ ദുഃഖം. അപ്പോൾ നോക്കൂ നിങ്ങൾ, പണ്ട് ഒരാൾ കാട്ടിലിങ്ങനെ മരം മുറിക്കാൻ പോയിരുന്നു. കാട്ടിൽ മരം മുറിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് മഴു വെള്ളത്തിലേക്ക് വീണുപോയി. അപ്പോൾ മഴു വീണ സമയത്ത് ഇയാൾ മഴുവൊക്കെ തപ്പിയെടുക്കാൻ നോക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് ഒരു നല്ല ഒരു രത്നക്കല്ല് അതിൽ കാണാൻ സാധിച്ചു. അപ്പോൾ ഈ രത്നക്കല്ല് കണ്ട് ഇദ്ദേഹം വീട്ടിലേക്ക് അത് കൊണ്ടുപോയി. ഭാര്യ നോക്കുമ്പം ഇത്ര സുന്ദരമായൊരു രത്നക്കല്ല്. ഭാര്യ അത് മൂക്കിൽ വെച്ച് നോക്കി. അന്ന് മൂക്കുത്തി വയ്ക്കുന്ന കാലമല്ല, കാതിൽ വെച്ച് നോക്കി. എന്തൊരു ഭംഗി. അപ്പം തുടങ്ങി വഴക്ക് ഭർത്താവിനോട്, നിങ്ങൾ മറ്റത് വേറെ ആർക്കോ കൊണ്ടു കൊടുത്തൂലേ എന്ന്. അപ്പം ഇദ്ദേഹം പറഞ്ഞു, നിനക്കല്ലാതെ ഞാൻ വേറെ ആർക്കാ തരിക? പറഞ്ഞു, അല്ലല്ല, ഇതിൻ്റെ പേരെവിടെ പോയി? ഇത് നിങ്ങൾ മറ്റേവൾക്ക് കൊടുത്തു, എനിക്ക് ഉറപ്പാണെന്ന്. ഇദ്ദേഹം പറഞ്ഞു, എനിക്ക് വേറൊരു ബന്ധമില്ല. ഇല്ലില്ല, നിങ്ങൾക്ക് വേറെ എന്തോ ഒരു ബന്ധമുണ്ട്, നിങ്ങൾ എൻ്റെ ജീവിതം തകർത്തു, കൊണ്ട് കൊടുക്കും മനുഷ്യ അതെന്ന് പറഞ്ഞിട്ട് ഒറ്റ ഏറാണ്ട് വെച്ചു കൊടുത്തു.
അവൾക്ക്. നമുക്ക് ഇല്ലാത്തൊരു ബന്ധം ആരോപിച്ച് ഈ മനുഷ്യൻ്റെ സമാധാനം കളഞ്ഞ് ഈ മനുഷ്യൻ ചെയ്ത ഒരൊറ്റ അബദ്ധം എന്താണ്? ആ കിട്ടിയ കല്ല് ഭാര്യയ്ക്ക് കൊണ്ട് കൊടുത്തു എന്നുള്ളതാണ്. ഭാര്യയ്ക്ക് അപ്പം സംശയം വന്നു, ഉള്ള കല്ലെടുത്ത് ഒരൊറ്റയേറ്. അപ്പം ഇതുപോലെ മനുഷ്യൻ ഉള്ളതുപോലും നഷ്ടപ്പെടുത്തുന്ന ഒരു അവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തുമ്പോൾ രണ്ട് എക്സ്ട്രീം. ആദ്യം ആഗ്രഹിക്കുക, അത് കിട്ടിയാൽ അങ്ങോട്ട് ആഘോഷിക്കുക. കണ്ടില്ലേ ഇന്നത്തെ കുട്ടികളൊക്കെ പാസ്സായി കഴിഞ്ഞാൽ കള്ളൊക്കെ വാങ്ങിച്ച് അങ്ങോട്ട് ആഘോഷിക്കുകയാണ്, തലമറന്ന് എണ്ണ തേക്കുക. അല്ലെങ്കിലോ എവിടെയെങ്കിലും ഒരു പരാജയം പറ്റിയാൽ, എവിടെയെങ്കിലും ഒരു ചതിയിൽ വീണാൽ, എവിടെയെങ്കിലും ഒരു ആരെങ്കിലുടെയും പറ്റിക്കല്ല് വീണ് പോയാൽ എല്ലാ ഊർജവും നഷ്ടപ്പെട്ട് എല്ലാ വേദനയും മനസ്സിലൊതുക്കി അങ്ങനെ കരഞ്ഞ് വിഴിഞ്ഞ് അങ്ങനെ തീർക്കുക. ഒന്നുകിൽ അമിതമായി ആഘോഷിക്കുക, അല്ലെങ്കിൽ അത്യന്തം ദുഃഖത്തിലേക്ക്, ഡിപ്രഷനിലേക്ക് പോകുക. ഇന്ന് നമുക്ക് സമൂഹത്തിൽ കാണാൻ പറ്റുന്ന രണ്ട് കൂട്ടരുവരാണ്. ഒരു കുട്ടി കോളേജ് വരെ പഠിക്കുന്ന, ആ കോളേജ് പഠനം അങ്ങോട്ട് കഴിയുന്നത് വരെ അടിപൊളി ഡാൻസും കുത്തും ഒക്കെയാണ്. അത് കഴിഞ്ഞ് കല്യാണമൊക്കെ ആയി കഴിഞ്ഞു. എന്നും കുടുംബ പ്രാരബ്ധം, പഴിചാരലുകൾ, പഴയ പ്രേമത്തിൻ്റെ പേരിൽ കുറ്റപ്പെടുത്തലുകൾ, അങ്ങോട്ട് ജീവിതം മുഴുവൻ എന്നും വഴക്കും ഇടിയും കുത്തും ബഹളവുമായിട്ട് എരിഞ്ഞെരിഞ്ഞെരിഞ്ഞ് തീരുക. കോളേജിൽ പഠിക്കുന്നവരെ അടിച്ചു പൊളിച്ച് ജീവിക്കുക. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒക്കെ വിഷമവും വിഷാദത്തിലും ജീവിക്കുക. ഭൂരിപക്ഷം ഇന്ന് അങ്ങനെയാണ്. കേരളത്തിൽ നല്ലൊരു ശതമാനം കുട്ടികളുടെ അവസ്ഥ ഇതാണ്. ആ കളിയും ചിരിയൊക്കെ പോയി വളരെ ഗൗരവത്തിലായി. പിന്നെ കോളേജിൽ പഠിക്കുന്ന പ്രേമത്തിൻ്റെയൊക്കെ കണക്കുകൂട്ടലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തമ്മിൽ തെറ്റി അതിൻ്റെ ഇടയിൽ കുട്ടികളുണ്ടായി. ആ കുട്ടികളുടെ പ്രാരബ്ധവും വലിച്ച് അതിൻ്റെ ഇടയിൽ ജോലിയും ചെയ്ത് തീർക്കാൻ, അതിൻ്റെ ഇടയ്ക്ക് അച്ഛനമ്മമാരോട് വഴക്കിട്ട്, കാരണം അവർക്കും കുട്ടിയെ നോക്കാൻ. കാരണം കുട്ടികളും ഇത്തരത്തിലുള്ള റെസ്റ്റ്ലെസ്നെസ്, ഹൈപ്പറായിട്ടാണ്, അടങ്ങിയിരിക്കുന്ന കുട്ടിയല്ല. അപ്പോൾ പിന്നെ പാരൻസിനും മടുക്കും, കാരണം അവർക്കും വയ്യാതെയിട്ടുണ്ട്. അങ്ങനെ ജീവിതം ഒരു നിത്യ നരകം ദുരിതമാക്കി അങ്ങനെ മാറ്റുന്ന എത്ര പേരുണ്ട്. എന്നാൽ ഈ ഒരു അറിവ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇവിടെ സുഖം എന്നതിൻ്റെ ഒരു നിർവചനം. സുഖം എന്നത് വാസ്തവത്തിൽ നമുക്ക് കിട്ടുന്ന ഏതോ ഒന്നിൽ നിന്നല്ല, അത് മനസ്സിൻ്റെ അവസ്ഥയാണ്. സമചിത്തമായ ഒരു മനസ്സാണ് സുഖത്തിന് കാരണം. ഇപ്പം മനസ്സിനെ സമചിത്തമാക്കിയെടുക്കാൻ സാധിക്കുന്നവരാണ് സന്യാസിമാർ. ഏതായാലും നമുക്ക് ഈ വിഷയം കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതുണ്ട്, വളരെ വിശദമാക്കേണ്ടതുണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.